നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് കേരളത്തിൽ കുറച്ച് ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, ഇത് സത്യഭാമ ചേച്ചി പൊട്ടിച്ച ബോംബിനെ കുറിച്ച് തന്നെയാണ്. ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഒരു ചെറിയ അനാലിസിസൊക്കെ നടത്തി. എൻ്റെ സിസ്റ്റർ, അവരൊരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റാണ്, അവരുടെ അടുത്തും സംസാരിക്കേണ്ടായി ഈ ടോപ്പിക്കിനെ കുറിച്ച്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയെങ്കിലും നമ്മൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഇനിയിപ്പോൾ എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും ആരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സത്യഭാമ ചേച്ചി ചെയ്തിരിക്കുന്നത് അധിക്ഷേപമാണ്. അത് വളരെ മോശമായി പോയി, വളരെ തെറ്റുമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരാളെ അധിക്ഷേപിക്കുന്ന വ്യക്തി ഏത് ഉയരത്തിൽ നിൽക്കുന്നു എന്ന് വെച്ച് അതിനനുസരിച്ച് അതിൻ്റെ ഇമ്പാക്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ കലാമണ്ഡലത്തിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുസ്ഥാനത്തുള്ള സത്യഭാമ ചേച്ചി ചെയ്തത് വളരെ മോശവും നീചവുമായി പോയി എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ ഒരു ഗുരുവിനുള്ള ചില ക്വാളിറ്റികൾ അവരിലില്ല എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് അത് വളരെ മോശമായി പോയി എന്ന് വീണ്ടും പറയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ അഭിമുഖം ഞാൻ കാണുകയുണ്ടായി. സത്യഭാമ ചേച്ചി ഇങ്ങനെ ഒരു കമൻറ്റ് ഈ പറയുന്ന ആ അഭിമുഖം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവതാരക മറ്റൊരു ടോപ്പിക്ക് പറയാൻ പോകുമ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്ത് പർപ്പസ്ഫുള്ളായിട്ടാണ് അവർ ഈ കമൻറ്റ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ പ്രീ പ്ലാൻഡ് അലിഗേഷനാണ്. അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇത് ഞാൻ പറയും എന്ന് തീരുമാനിച്ച് വന്ന് പറയുന്നത് പോലെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞതല്ല. ഇത് പർപ്പസ്ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷനാണ്, അല്ലെങ്കിൽ അധിക്ഷേപമാണ്. അപ്പോൾ അതിൻ്റെ കാഠിന്യം സാധാരണഗതിയിൽ ഒരു ഫ്ലോയിൽ നമ്മൾ പറയുന്ന, അറിയാതെ പറഞ്ഞു പോകുന്നതിനേക്കാളും വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ അവരിതിന് മാപ്പ് പറയേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരാളുടെ കളറിനെ കുറിച്ചാണ്. രണ്ടാമത്തെ കാര്യം, അവർ ഡാൻസ് കളിക്കുമ്പോൾ ഉള്ള ഒരു ചേഷ്ടകളെക്കുറിച്ചാണ്. ഇതിനെ രണ്ടിനെക്കുറിച്ചും നമുക്ക് സെപ്പറേറ്റായിട്ട് വിശകലനം ചെയ്യണം. നമുക്ക് ആദ്യം ഒരു സാധാരണക്കാരൻ ഇങ്ങനെയുള്ളൊരു നൃത്ത രൂപത്തെ എങ്ങനെ കാണുന്നുണ്ടെന്ന് നോക്കാം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആൾക്കാരെ കുറിച്ച് അവരുടെ സൗന്ദര്യബോധത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് സ്വാഭാവികമായിട്ടും വെളുത്ത ആളുകളോട് താല്പര്യം കൂടുതലുള്ളവരാണ്. അത് ഒരു നഗ്നസത്യമാണ്. ഇനി വെളുപ്പായിട്ടുള്ളവർ, നല്ല വെളുപ്പുള്ളവർ ഇനിയും വെളുക്കണം എന്ന് വിചാരിച്ച് ക്രീമുകളും കോസ്മെറ്റിക് പ്രോഡക്ട്സും ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരുമാണ്. അത് പലരുടെയും ആവശ്യവുമാണ്. വലിയ ലോബികൾ, വലിയ കോസ്മെറ്റിക് കമ്പനികൾ ഇതിനെ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൂടുതൽ ഫെയർ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പോൾ അതൊരു നഗ്നസത്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പൗഡറെങ്കിലും ഇടാത്ത ആളുകൾ വളരെ കുറവാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു നൃത്തരൂപത്തെ നോക്കുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് വെളുത്തവരെ ഇഷ്ടമുള്ളവർ, അവരുടെ നൃത്തം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി കറുത്ത ആളുകളെ ഇഷ്ടമുള്ളവരും കുറേ ആളുകളുണ്ട്. കറുത്തവരെയും വെളുത്തവരെയും അവർ ഏത് കളറുള്ളവരാണെന്ന് പ്രശ്നമില്ലാതെ തന്നെ ഡാൻസൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇന്ത്യക്കാരുടെ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ, മുമ്പ് ഉള്ളവർക്ക്, അതായത് നമ്മളുടെ അധിനിവേശങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ കളറിന് അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ദൈവങ്ങളുടെയും കളറ് കറുപ്പാണ്.
ഇപ്പോൾ ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും നടരാജനായിട്ടുള്ള ശിവനാണെങ്കിലും കറുപ്പാണ്. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സത്യഭാമ ചേച്ചിയാണ്, നടരാജൻ്റെ കളർ കറുപ്പാണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന സത്യഭാമ ചേച്ചിയാണ് അവിടെ കറുപ്പിനെ അധിക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നീചമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇന്ത്യക്കാരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ അധിനിവേശം നടന്നതിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പും അത്രത്തോളം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, ഈ ചാതുർവർണ്ണയമൊക്കെ വന്നപ്പോഴും ഒരു പക്ഷേ ഈ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഒരുപക്ഷെ നമ്മൾ പുറം ലോകമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴായിരിക്കാം ഇങ്ങനെയുള്ള സൗന്ദര്യബോധം ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ലേപനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഫെയർനെസ് കൂട്ടാനായിട്ട്. അപ്പോൾ അത് ആ കാലഘട്ടത്തിലും പല ആളുകളും ശ്രമിച്ചിരുന്നു എന്ന് വേണം കണക്ക് കൂട്ടാൻ. പക്ഷേ കറുത്തവരെയും കൂടെ നിർത്തിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അതിനെ വേണമെങ്കിൽ നമുക്ക് ഇനിയും അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കറുത്തവർ വെളുത്തവർ, ഇനി കറുത്തവരും വെളുത്തവരായാലും ഇങ്ങനെയുള്ള ഒരു കലകളിൽ പ്രശ്നം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പ്രഭുദേവയുണ്ട്, ലോറൻസ് ഉണ്ട്, ഇവരൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. അപ്പം അവർ കറുപ്പായതുകൊണ്ട് അവർക്ക് ഫാൻസൊന്നും കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശോഭനയൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ശരിക്കും എന്താ പറയുക, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരാണെങ്കിൽ ഇനി ഏത് കലയാണെങ്കിലും, അത് മോഹിനിയാട്ടമാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും ഏതാണെങ്കിലും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം കളറ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കലയുടെ കാര്യം വരുമ്പം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു കലാകാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കളർ ഒരു പ്രശ്നമേ അല്ല. അവർ ആ നടനം നന്നായിരിക്കുന്നോ ഇല്ലയോ എന്ന് മാത്രം നോക്കുന്നവരാണ്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി ഒരു കലാകാരൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കമൻറ്റ് സത്യഭാമ ചേച്ചിയുടെ അടുത്ത് നിന്ന് വരാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് കലാകാരന്മാരായിട്ടുള്ളവർ പറയുന്നത്. ഞാൻ കുറച്ച് പേരോട് സംസാരിക്കേണ്ടായി. അവർ പറഞ്ഞു ഇത് വളരെ നീചമായ ഒരു കമൻറ്റാണ് സത്യഭാമ ചേച്ചിയുടെ അടുത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഉദാഹരണത്തിന് പാട്ട് പാടാൻ വന്ന ആൾ കണ്ണെഴുതിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കമൻ്റായി പോയി എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർ പറഞ്ഞതിന് ഒരു ഫെമിനൈൻ ടച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാളും കൂടുതൽ അവരുടെ ശരീര സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ അവർ അത് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ്റെ പ്രശ്നമാണ്, അത് വേറെ ആരുടെയും പ്രശ്നമല്ല. അവർ വളർന്നു വരുമ്പോൾ തന്നെ കൂടുതൽ സൗന്ദര്യം വേണം, നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കണം എന്നൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ് സ്ത്രീകൾ. അതിന് കാരണം നമ്മുടെ സമൂഹം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന പല കമൻറ്റുകളും അത് ഒരു എന്താ പറയുക, ഇമ്മച്വറായിട്ടുള്ള ഒരു സ്ത്രീയുടെ മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള കമൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. രണ്ട് കമൻറ്റുകളും അങ്ങനെ തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു ഫെമിനൈൻ ആംഗിളിൽ നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ട പോയിൻ്റായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് സൈക്കോളജിക്കലി നമ്മളിനി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു അറ്റാക്കാണ്. അതായത് സ്ത്രീകൾ സാധാരണഗതിയിൽ മറ്റൊരാളെ ഇനി അവരെ ത്രെട്ടൺ ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവരെക്കുറിച്ച് ആദ്യം പറയുന്ന ഒരു കമൻ്റാണ് അവരുടെ സൗന്ദര്യത്തെപ്പറ്റി. സാധാരണഗതിയിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് അവർക്ക് സൗന്ദര്യം കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിനെ ഉടയ്ക്കാൻ കഴിയുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു സൈക്കോളജിക്കൽ അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ സത്യഭാമ ചേച്ചി ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ സൈക്കോളജിക്കൽ പോയിൻ്റ് വെച്ച് അവർ മറ്റേയാളെ
അടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കാണ് അവർ നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ എന്താണ് ചെയ്യുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വാളിറ്റി വെച്ചിട്ട് അദ്ദേഹവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് റാങ്ക് ഹോൾഡറാണ്, MPhil ഉണ്ട്, PhD ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇവാലുവേറ്റ് ചെയ്തതിൽ വെച്ചിട്ടല്ലേ ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം അവിടെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്മച്വറായിട്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ അദ്ദേഹം ഉടഞ്ഞു പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തത്. പക്ഷേ സത്യഭാമ ചേച്ചിക്ക് തെറ്റിപ്പോയി. സാധാരണഗതിയിൽ ഇത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക സ്ത്രീകളിലായിരുന്നു. പുരുഷന്മാരിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഈ സൗന്ദര്യ സങ്കല്പത്തിനില്ല എന്ന് ചേച്ചി മനസ്സിലാക്കാൻ താമസിച്ചു പോയി എന്ന് ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞിരിക്കുന്നത് ഒരുമാതിരി കാലകത്തി വെച്ച് ഡാൻസ് ചെയ്യാമെന്ന്. അതും ടിപ്പിക്കൽ ഒരു സൈക്കോളജിക്കൽ അറ്റാക്കാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരുന്നൊരു കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് എന്താ പറയുക, ഒരു പ്രത്യേക ചുവയോടെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെറിയ പെൺകുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മമാർ അല്ലെങ്കിൽ വലിയ പ്രത്യേകിച്ചും പ്രായം ചെന്ന സ്ത്രീകൾ വളരെ ദേഷ്യപ്പെട്ട് ഒരു വളർന്നു വരുന്ന കുട്ടി ഇങ്ങനെ കാലകത്തി വെച്ചിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും വരുന്ന ചില ഫീലിങ്ങുകളുണ്ട്. അവർക്ക് പിന്നീട് ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ചേഷ്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തായി പോകും. ഇപ്പം പ്രായമായ ആണുങ്ങളാണെങ്കിൽ ഏതെങ്കിലും കൊച്ചുകുട്ടികൾ റൊമാൻറ്റിക്കായിട്ട് അടുത്തിരുന്ന് വർത്തമാനം പറയുന്നത്, കൈ പിടിച്ച് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ദേഷ്യം വരും. അവർ എവിടെയാണെന്നൊന്നും നോക്കാതെ ഫയർ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെ അവരുടെ പ്രായത്തിൽ അവർക്ക് ഒരുപാട് ഹോർമോണൊക്കെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഞാൻ ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നും തോന്നുമെങ്കിലും പ്രായമായിട്ടുള്ളവർക്ക് വ്യത്യാസം ഉണ്ടാകും. ഇത് പ്രത്യേകിച്ചും എന്താ പറയുക, ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും സ്ത്രീകളിൽ ആർത്തവവിരാമമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ആ സമയം ഇവർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ദേഷ്യമൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് പുറത്തു വരുന്നൊരു കാര്യമാണ്. ഇതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അപ്പം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഇമ്മച്വറായിട്ടുള്ള ആൾക്കാരിൽ ഇത് പെട്ടെന്ന് പുറത്തു വരും. അപ്പം അതാണ് ഇതിലുള്ള മറ്റൊരാങ്കിൾ. എന്തായാലും ഇവിടെ പറയാൻ ഉള്ളത്, സത്യഭാമ ചേച്ചി മോശമായിപ്പോയി. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഒരു നല്ല കലാകാരന് വേണ്ടത് അവരുടെ കളറും കാര്യങ്ങളും നല്ല കഴിവാണ്. അതുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാനിവിടെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.